നല്ല ഡ്രോയിങ് ആണല്ലോ. പേരെന്താ? അർജുൻ. ശരി. ഡ്രോയിങ് പഠിച്ചിട്ടുണ്ടോ ഇതിനു മുമ്പ്? ഇല്ല. പക്ഷെ നന്നായിട്ട് വരയ്ക്കുന്നുണ്ട്. താങ്ക് യു. ഡ്രോയിങ് പിടിച്ചില്ലേ? പറഞ്ഞ ഇഷ്ടപ്പെട്ടില്ല തോന്നുന്നു. ബുദ്ധിയില്ലാത്തവർക്ക് അങ്ങനെ പലതും തോന്നും. ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മുടെ കോളേജിലെ ഫസ്റ്റ് ഡേ അല്ലേ? അപ്പോൾ എൻ്റെ പേര് രമ്യ, ഞാനാണ് നിങ്ങളുടെ ക്ലാസ് ടീച്ചർ. നമുക്ക് എല്ലാവരും ഒന്ന് പരിചയപ്പെട്ടാലോ? വരും, താൻ വരും. എൻ്റെ പേര് അർജുൻ. ഞാൻ വരുന്നത്, എൻ്റെ അമ്മയുടെ പേര് ഗീത, അച്ഛൻ്റെ പേര്. ടീച്ചർ ഞാൻ പോയിക്കോട്ടെ. ക്ലാസ്സിൽ ആവശ്യമില്ലാത്ത കമന്റുകളൊന്നും വേണ്ട കേട്ടോ. ഹലോ, ഓക്കെ അല്ലേ അർജുൻ? ആരാ? ഞാൻ വീർ. വീരോ? എൻ്റെ പേരെങ്ങനെ അറിയാം? അത് ഞാൻ കുറേ ദിവസമായിട്ട് നിന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് കിഡിങ്. നീയല്ലേ ഇപ്പോൾ സ്റ്റേജ് വെച്ച് പറഞ്ഞത്? പിന്നെ അവർ കമൻ്റ് അടിച്ചത് അത് മൈൻഡ് ചെയ്യണ്ട. ഇങ്ങനെ കുറേ പേര് കാണും, ആൾക്കാർ മുന്നോട്ട് പോകുന്നത് അവർക്ക് ഇഷ്ടമല്ല, സഹിക്കത്തില്ല. വിട്ടുകളാ ബ്രോ. ബാ, ഒരു കാര്യം പറയാനുണ്ട്. കമോൺ. ബൈ ദ വേ, ഡ്രോയിങ് ഒക്കെ കൊള്ളാമല്ലോ, അടിപൊളിയാണല്ലോ. പിന്നെ ഞാൻ പറഞ്ഞത് അത് വെച്ചാൽ ഇത് അർജുനല്ലേ? എന്തോ വല്ലാണ്ടിരിക്കുന്നേ? അർജുൻ ഓക്കെ അല്ലേ? അർജുൻ്റെ വീട് എവിടാ? വീട്ടിലാരൊക്കെയുണ്ട്? അച്ഛൻ എന്തോ ചെയ്യുക? അമ്മയോ? അവർ ഇത്രയും ചിരിച്ചോണ്ടിരുന്നപ്പോൾ നീ എന്താ ഒന്നും ചെയ്യാതിരുന്നത്? എടാ, ഞാൻ എന്ത് ചെയ്യാനടാ? ഞാൻ എന്ത് ചെയ്യാനാ? എവിടെ റിയാക്ഷൻ അതുപോലെ നീ തിരിച്ചു പറയണം. എടാ, എനിക്ക് അടിപിടിക്കും വഴക്കിലൊന്നും പോകുന്ന ഇഷ്ടമല്ല. നീ പറയുന്നൊന്ന് കേൾക്കാവോ? ഇവിടെ ഒരാഴ്ചയായിട്ട് നീ ഇത് തന്നെ. അവർക്ക് വല്ല മാറ്റം ഉണ്ടോ? എത്ര പറഞ്ഞിട്ട് കാര്യമില്ല. എടാ, നീ ഇങ്ങനെ വൈൽഡായിട്ട് ചിന്തിക്കാതെ നമുക്ക് വേറെ എന്തെങ്കിലും വഴി കാണത്തില്ലേ ഇതൊന്ന് മാറ്റാൻ? സോറി ഗാന്ധിയുടെ കൊച്ചുമോനെ, എല്ലാം സമാധാനത്തോടെ നടക്കുമല്ലോ. എടാ, ആ വെറും എത്ര ദിവസമായിട്ടാണ് നിന്നെ ചൊല്ലുകൊണ്ടിരിക്കുന്നേ? നീ വല്ലതും ചെയ്യുന്നുണ്ടോ? നീ ആണാണോ? തിരിച്ചു വന്ന് കൊടുക്കും അങ്ങനെ.
വെറുതെ നിന്റെ അമ്മ ഇങ്ങനെ മര്യാദയ്ക്ക് സംസാരിക്കണം. ഇപ്പൊ നിനക്ക് ദേഷ്യം വരുന്നു അല്ലേ? ഈ ദേഷ്യം അവനോട് കാണിക്കണം. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? എങ്ങനെയുണ്ടായിരുന്നു ഇന്ത്യയുടെ എക്സാം? ഇന്ത്യയുടെ റിസൾട്ട് വന്നിട്ടുണ്ട്. എല്ലാവർക്കും നല്ല മാർക്കുണ്ട്. ക്ലാസ് ടോപ്പേഴ്സ് ആയിരിക്കാണെന്ന് അറിയണ്ടേ? ക്ലാസ് ടോപ്പേഴ്സ് ആയിട്ടുള്ളത് അഹാനയും ഗൗരിയാണ് നമ്മുടെ ക്ലാസ് ടോപ്പേഴ്സ് ആയിട്ടുള്ളത്. രണ്ടുപേരും ഒന്ന് എണീറ്റേ. ഒരു നല്ല ക്ലാസ് കൊടുത്തേ ഇവർക്ക്. ഇന്ത്യൻ എക്സാമിന് അഹാനയ്ക്കും ഗൗരിയും കിട്ടിയ മാർക്ക് എത്രയാണെന്ന് അറിയണ്ടേ? അവർക്ക് കിട്ടിയത് 98.5 ആണ്. ബാക്കി എല്ലാവർക്കും നല്ല മാർക്കാണ്. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ച എന്താ ലേറ്റ് ആയത്? ബസ്സിലെ ഇതിപ്പോ സ്ഥിരമാവുന്നുണ്ട്. മാമിന് സൗകര്യമുള്ള ക്ലാസ് കേട്ടില്ലെങ്കിൽ എനിക്ക് വേറെ പരിപാടി. കേറ് കേറ്. ഞാൻ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടാത്ത ഒരേ ഒരു കുട്ടി ഈ ക്ലാസ് എന്ത് പറ്റിയെന്നറിയില്ല. പക്ഷെ എന്തോ അർജുൻ അർജുൻ എവിടെയാ ശ്രദ്ധ? ഇവിടെ എന്തിനെ കുറിച്ചാ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാമോ? ഇന്റർണൽ എക്സാമിന്റെ റിസൾട്ട് വന്നു. മാർക്ക് നോക്കിയോ? ജയിച്ചത് തന്നെ ആരുടെയോ ഭാഗ്യം. ഇനി മെയിൻ എക്സാമിന് എന്ത് ചെയ്യും? എന്തായാലും പേരൻസിനെ വിളിച്ചോണ്ട് ഇനി ക്ലാസ് കയറിയാൽ മതി. എന്തിനാ എന്നെ ഇങ്ങനെ ഫോഴ്സ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞില്ല എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന്. ഞാൻ പോസ്റ്റ് ചെയ്യുന്നില്ലേ? നീ വല്ലതും ചെയ്താലേ ഒരു മാറ്റം നടക്കത്തുള്ളൂ. ചുമ്മാ ഇങ്ങനെ കറഞ്ഞോണ്ടിരുന്നാൽ മതിയോ? പ്ലീസ് എന്നെ ഇങ്ങനെ ഫോഴ്സ് ചെയ്യാതെ എന്നെ വെറുതെ വിട്. അവൻ അർജുൻ. ടീച്ചർ എന്താ അവനോട് സംസാരിച്ചോണ്ടിരുന്നത്? ഞാൻ സ്റ്റാഫാണ് അവിടെ ചോദിച്ചത്. ഓ, ടീച്ചറെ വലിയ രീതിയിൽ സംസാരിക്കാൻ പറ്റില്ല. അവൻ വല്ലാത്ത മൈൻഡുള്ളൂ. അർജുൻ, ഇതെന്താ പടം വരയ്ക്കുകയാണോ? കൊള്ളാലോ, നോക്കട്ടെ. എന്തിനാന്നറിയത്തില്ല, അങ്ങോട്ടേക്ക് ചെല്ലും. അഞ്ജനെ കാണാൻ വന്നതാവും അല്ലടാ. പക്ഷെ ഇത് നീ പ്രതീക്ഷിച്ചില്ല. ഇന്ന് ലോഡിയെന്നോ ഇവിടുന്ന് നീ എങ്ങോട്ട് പോകും? നടന്നിട്ട് നാവടങ്ങ് പോയി. എന്താ എനിക്കൊന്നും പറയാനില്ലേ? കഴിഞ്ഞ ദിവസം നീ നല്ലതാ കാണിച്ചത്.
കാണിച്ചതെന്ന് അറിയാവോ? ഇതിന്റെ കോൺസിക്വൻസ് എന്താണെന്ന് അറിയാവോ? നിന്റെ അച്ഛനെ പോയി ജയിലിൽ പോയാൽ മതിയോ? നിനക്ക് ശരിക്കും നിന്റെ അമ്മയോട് സ്നേഹമുണ്ടോ? അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യത്തില്ലായിരുന്നു. എന്നാലും ടീച്ചറെ, അവന്റെ ഒരു ധൈര്യമേ, പട്ടാ പകല് ഇത്ര ആൾക്കാരുടെ മുന്നിൽ വെച്ച് ഒരാളെ കൊല്ലാൻ നോക്കുകയെന്ന് വെച്ചാ. എനിക്ക് പണ്ടേ തോന്നിയതാ അവൻ എന്തോ വശപ്പിശകുണ്ടെന്ന്. ആദ്യം ഞാൻ വിചാരിച്ചു വല്ല കഞ്ചാവാണ്, പക്ഷെ വട്ട. ശരിയാ, അവനെന്തോ കുഴപ്പമുണ്ട്. ഞാൻ അർജുന്റെ കാര്യത്തിൽ ഉദ്ദേശിച്ചത് അവനെ സസ്പെൻഡ് ചെയ്യലോ, പുറത്തേക്ക് പറഞ്ഞിട്ടോ. നിങ്ങൾ എന്താ സംസാരിക്കുന്നത്? ഒരാളെ പറ്റി അറിയാത്ത കാര്യം പറയരുത്. ആ പാവം അർജുൻ, അവൻ എങ്ങനെ ഇങ്ങനെ ആയി നിങ്ങൾക്ക് അറിയാവോ? അതിലിപ്പോ അറിയാതെന്താ, നമ്മൾ തലയ്ക്ക് പോയില്ലാതെ കാണിക്കുന്നത്. നിങ്ങൾക്ക് തെറ്റി. അവനിങ്ങനെ ആകാൻ കാരണം നിങ്ങൾ കൂടിയാ. ആ പാവം പയ്യൻ ആ കുട്ടിക്കാലത്ത് എന്തൊക്കെ ദുരിതങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെന്ന് അറിയുമോ? അവന്റെ മുന്നിൽ വെച്ചാൽ അച്ഛൻ അവൻ്റെ അമ്മയെ കൊന്നത്. ഇത്രയും കാലം നോക്കാൻ അവനൊരു ബന്ധമുണ്ടായിരുന്നു. കുറച്ചു കാലം മുമ്പ് ഇപ്പം അവനെ പറ്റി യാതൊരു വിചാരം ഇല്ലാത്ത അവൻ്റെ അച്ഛൻ മാത്രമേ ഉള്ളൂ. ഇല്ല, അറിയില്ല. അറിയാൻ നിങ്ങൾ ശ്രമിച്ചതുമില്ലല്ലോ. ചെയ്യുന്ന ജോലിയോട് അല്പമെങ്കിലും കൂറുണ്ടാവും. ബേസിക്കലി അർജുനൊപ്പം ഇപ്പോഴും ഒരാളുണ്ട്. അത് ചിലപ്പോൾ അവന് നേരത്തെ ഉണ്ടായ ട്രോമ കൊണ്ടാവാം. വേറൊരാളോ? അതെ, ബേസിക്കലി അർജുന്റെ മനസ്സിൽ ഇപ്പോഴും വേറൊരാളുണ്ട്. അത് ചിലപ്പോഴുള്ള അവൻ നേരത്തെ ഉണ്ടായ ട്രോമ കൊണ്ടാവാം. ഡോക്ടർ പറഞ്ഞു വരുന്നത് അത് അർജുൻ സ്വയം തീരുമാനിക്കും. അർജുൻ ശരിക്കും അങ്ങനെ ഒരാളുണ്ടോ? ഞാൻ ഇവിടെയൊക്കെ ഉണ്ട്, നീ അറിഞ്ഞല്ലേ? ഞാൻ അല്ലെങ്കിലും പറയാൻ പോവായിരുന്നു. ആ സാരമില്ല, പോട്ടെ, ബാ ഇവിടുന്ന് പോവാം. എനിക്ക് ഈ സ്ഥലം അല്ലെങ്കിൽ അത്ര ഇഷ്ടമല്ല. ഞാനില്ല, നീ പൊക്കോ. എന്ത് എന്താ നീ പറഞ്ഞേ? ഇനി എനിക്ക് ഞാനാകണം, അതിന് നീയൊരു തടസ്സമാണ്. താൻ എന്താ വിചാരിച്ചേക്കുന്നേ? വേറൊരാൾ വന്നപ്പോഴത്തേക്ക് നിനക്കെന്നെ വേണ്ട അല്ലേ? അന്ന് അവർ നിന്നെ എത്രയും ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. അത് നീ ഓർക്കണം. എനിക്ക് നിന്നോട് ഒന്നും പറയാനില്ല. ഓക്കെ, കൂൾ കൂൾ. ഞാൻ ഇനി ഒന്നും മിണ്ടുന്നില്ല. പക്ഷെ നിനക്ക് എന്നെ ആവശ്യമുണ്ട്, എനിക്ക് നിന്റെ. ഈ ലോകം മുഴുവൻ നമ്മുടെ എതിരാ. നമുക്ക് ഒറ്റയായിട്ട് ജീവിക്കണ്ടേ? ബൈ. ശരി, നീ ജീവിച്ചോ. പക്ഷെ ഇനിയും എന്നെ നീ കാണില്ല. പോണ്ടേ? ടീച്ചർ എന്തിനാ എനിക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നത്? ഓ അതോ, വേറെ ആരെക്കാൾ നന്നായി അതെനിക്ക് മനസ്സിലാവും.